അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഫിഖഹിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അത് നമുക്കതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാം. ഒന്നാമത്തെ പാഠം എന്നുള്ള ത്വഹാറത്ത്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി. ആ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഭാഷാർത്ഥത്തിൽ ത്വഹാറത്ത് എന്നാൽ എന്ത്? അഥവാ ലുഅത്ത് ഭാഷാർത്ഥം. ഭാഷാർത്ഥത്തിൽ ത്വഹാറത്ത് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എഴുതേണ്ടത് മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാകലാണ് ത്വഹാറത്ത്. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാകലാണ്, അതായത് മോശമാക്കപ്പെട്ട വസ്തുക്കളെ തൊട്ട് വൃത്തിയാകലാണ് ത്വഹാറത്ത്, ശുദ്ധി എന്ന് പറയുന്നത്. ശർഈ ആയ അർത്ഥത്തിൽ ത്വഹാറത്ത് എന്നാൽ എന്ത്? ശർഈ ആയ അർത്ഥത്തിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ശർഈ ആയ അർത്ഥത്തിൽ ത്വഹാറത്ത് എന്ന് പറയുന്നത്. അഥവാ അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ത്വഹാറത്ത്. ഒരു വസ്ത്രത്തില് അശുദ്ധിയായി നജസൊക്കെ ആയി ചെയ്താല് അത് കഴുകി കളയലാണ് എന്തുള്ളത്, നമ്മൾ വൃത്തിയാക്കുമല്ലോ, അതാണ് ശുദ്ധി എന്ന് പറയുന്നത്. ചെറിയ അശുദ്ധി എന്ന് പറയുന്നു എന്തിന്? വുളൂഅ് ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. കുളി നിർബന്ധമായ അവസ്ഥക്ക് എന്ത് പറയുന്നു? കുളി നിർബന്ധമായ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുളിച്ചാലും ശുദ്ധിയാവുള്ളൂന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത് കേട്ടോ. വലിയ അശുദ്ധിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? കുളിക്കണം. ചെറിയ അശുദ്ധിന്ന് ശുദ്ധിയാവാന് വുളൂഅ് ചെയ്താൽ മതി. അത് മനസ്സിലാക്കിയേക്കാം. വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാണ് എന്തെല്ലാം? അപ്പൊ വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാണ് എന്തെല്ലാം? ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായത് മുഴുവൻ വലിയ അശുദ്ധിയുള്ളവർക്കും ഹറാമാകും. പുറമെ ഖുർആൻ ഓതല്, പള്ളിയിൽ താമസിക്കല്, ഹൈദോ നിഫാസോ ഉള്ളവർക്ക് നോമ്പ് നോൽക്കല്, ജിമാ ചെയ്യല്, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ സ്പർശിക്കല്, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലലും, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. അതൊക്കെ പാടെടുത്ത സമയത്ത് കൂടുതൽ വിശദീകരിച്ച് തന്നിട്ടുണ്ടാവും ഉസ്താദുമാർ, അതുകൊണ്ട് അതിക്കൊന്നും കിടക്കുന്നില്ല. ഇസ്തിഹാദത്ത് ഉള്ളവൾ നിസ്കരിക്കണം എങ്ങനെ? അടുത്ത ചോദ്യം, ഇസ്തിഹാദത്ത് ഉള്ളവൾ നിസ്കരിക്കണം എങ്ങനെ? നിസ്കാര സമയമായ ശേഷം രക്തം കഴുകി കളഞ്ഞ് പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി വുളൂഅ് ചെയ്ത് ഉടനെ നിസ്കരിക്കണം. അഥവാ അവൾ നിസ്കരിക്കാൻ സമയമായി കഴിഞ്ഞാല് രക്തം കഴുകി വൃത്തിയാക്കിയിട്ട് പഞ്ഞി പോലുള്ള വസ്തു അതാത് സ്ഥലത്ത് വെച്ച് ഉടനെ അവൾ എന്താവണം? നിസ്കരിക്കണം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇൻഷാ അള്ളാഹ് ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോയിന്റുകളുമായി അതിലെ തദ്രീബാത്തുമായി മുൻകഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റുമായൊക്കെ ഇൻഷാ അള്ളാഹ് ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 5, 7, 10 +2 ക്ലാസ്സുകളിലൂടെ എല്ലാം അപ്ലോഡ് ചെയ്യും. ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരീക്ഷ എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.